എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെൽത്തിയുമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പത്തിരിപ്പൊടി വേണം. പത്തിരിപ്പൊടി കുഴയ്ക്കാനായിട്ട് ആദ്യം വെള്ളം, അതായത് 1 ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് 2.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിള വരുമ്പോൾ പൊടി കുറേശ്ശെ തൂവി കുഴയ്ക്കുക കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ചേർക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നന്നായി ഇത് നന്നായി ഇളക്കി, കട്ട കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ മൂടി വയ്ക്കുമ്പോൾ അത് ശരിയായിക്കോളും. അതിൻ്റെ കുക്കറിൻ്റെ മൂടി തന്നെ വെച്ച് വിസിൽ മാറ്റിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് അതൊരു വേറെ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് കൈ നനച്ചുകൊണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുഴയ്ക്കുമ്പോൾ ചെറിയ ചൂടുണ്ടാവും, അതാണ് കൈ നനച്ച് കുഴയ്ക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ അടയ്ക്കൊക്കെ കുഴയ്ക്കണ പോലെ, അതാണ് അതിൻ്റെ പാകം. നല്ല പേസ്റ്റ് പോലെ ഇരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടിയൊക്കെ ചേർക്കാം കേട്ടോ, ഇഷ്ടമാണെങ്കിൽ. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇരുന്ന് കഴിഞ്ഞാലും ഞാനിതൊക്കെ ഉണ്ടാക്കിയ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഞാൻ വെച്ച് ഉപയോഗിച്ചാലും ഫ്രിഡ്ജിലൊക്കെ വെച്ച് കൊടുത്താൽ അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഇതിൽ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കാനൊരു വേറൊരു മാർഗം കൂടിയാണിത്. പിന്നെ ഇതിന് കളർ കൊടുത്തിരിക്കുന്നത് ഞാൻ മാമ്പഴത്തിൻ്റെ പേസ്റ്റ്, ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത്, ഏലക്കാപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അതാണ് മഞ്ഞ കളറ്. പിന്നെ ഡേറ്റ്സ് പേസ്റ്റ് ആക്കിയിട്ട് ഒരു നുള്ളു ശർക്കരയും ചേർത്ത് ഈ അരിമാവിൽ നിന്ന് കുറച്ചെടുത്ത് കുഴച്ചാണ് ആ കളർ ചെയ്തിരുന്നത്. അല്ലാതെ വൈറ്റായിട്ടും എടുത്തിട്ടുണ്ട്, അത് ഇഷ്ടമില്ലാത്തവർക്ക് വൈറ്റായിട്ട് ഉപയോഗിക്കാം. എന്നിട്ടിത് ഈ ഉണ്ട പിടിച്ചിട്ട് അതിന് വേണ്ടുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യുക. ആ പച്ച ടേസ്റ്റ് പോകാനായിട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് പഞ്ചസാര ചേർക്കാം, പിന്നെ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന സിമ്പിൾ മെത്തേഡാണ്. ഞാൻ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈഡ് കോക്കനട്ട് ചേർക്കാം, പിന്നെ കാഷ്യൂ ക്രഷ് ചെയ്തിടാം, ഞാൻ വെറുതെ ചേർക്കുന്നുള്ളൂ. അതുകൂടാതെ എള്ള് ചേർക്കുന്നുണ്ട്, അത് കറുപ്പോ വെളുപ്പോ എന്ത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഈ പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരം മിൽക്ക് മെയ്ഡ് ചേർക്കാം കേട്ടോ, അങ്ങനെയും ഉപയോഗിക്കാം. പിന്നെ പാൽപ്പൊടി ചേർക്കാം. പക്ഷെ ഇതൊന്നും ഞാൻ സിമ്പിളായിട്ടെന്ന് വെച്ചാൽ ഇതെല്ലാം ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ ഇരുന്നാൽ അത് ഒരു ഇതുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ക്യാരറ്റ് ഹൽവയൊക്കെ ഇങ്ങനെ റെഡിയാക്കാം കേട്ടോ. ഞാൻ വേറെ മെത്തേഡ് ഉണ്ട്, അതെല്ലാം ഞാൻ വരാം. നമ്മൾ ഫങ്ഷനൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം വേറെ രീതിയിലും ചെയ്യാം. അപ്പോൾ ഇത് എല്ലാ ഫില്ലിങ് റെഡിയായി കഴിയുമ്പോൾ അത് നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഒരു 20 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും റെഡിയാകും. ഇത് വെച്ച് കുത്തി നോക്കുക, അതിലൊട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഇത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിളും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊരു മാർഗം കൂടിയാണ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതോടൊപ്പം മല്ലിച്ചപ്പിന് സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലുള്ള ഒത്തിരി വെറൈറ്റി റെസിപ്പി ആയിട്ട് മല്ലിച്ചപ്പ് ഇനി വരുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. മല്ലിച്ചപ്പിൻ്റെ പല വിഭവങ്ങളും കുക്കറിലാണ് റെഡിയാക്കുന്നത്. ഈ ഗ്യാസ് ഷോർട്ടേജുള്ള സമയത്ത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകരിക്കും. അതുകൊണ്ട് മല്ലിച്ചപ്പ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.